ലവ് ഈസ് മോസ്റ്റ് ബ്യൂട്ടിഫുള്ളി എക്സ്പ്രസ്ഡ് വെൻ ദ വൺ റിസീവിങ് ഇറ്റ് ട്രൂലി അണ്ടർസ്റ്റാൻഡ്സ് ഇറ്റ്. സ്നേഹം ഏറ്റവും മനോഹരമായി പ്രകടമാവുന്നത് അത് സ്വീകരിക്കുന്നവർ മനസ്സിലാക്കുമ്പോഴാണ്, അല്ലേ? ഒരു ബന്ധത്തിൽ ഒരാൾ സ്നേഹം പ്രകടിപ്പിക്കുന്നതും മറ്റൊരാൾ അതിനെ മനസ്സിലാക്കുന്നതും ഒരിക്കലും ഒരുപോലെ ആകണമെന്നില്ല. ഡോക്ടർ ഗ്യാരി ചാപ്മാൻ പറയുന്നതനുസരിച്ച് സ്നേഹത്തിന് 5 മുഖ്യ ഭാഷകളുണ്ട്, 5 ലവ് ലാംഗ്വേജസ്. ഒന്നാമതായി വേർഡ്സ് ഓഫ് അഫർമേഷൻ, സ്നേഹം വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുക. തൻ്റെ പാർട്ട്ണർക്ക് സ്നേഹം മനസ്സിലാകുന്നത് വാക്കുകളിലൂടെയാണ് എങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതും നീ എത്ര സുന്ദരിയായിരിക്കുന്നു എന്നുള്ളതും ആ വ്യക്തിയെ കൂടുതൽ സന്തോഷിപ്പിച്ചേക്കാം. ചിലർക്കെങ്കിലും തൻ്റെ പാർട്ട്ണറോടൊപ്പമുള്ള കുറച്ച് നിമിഷങ്ങൾ, അവർക്കായി വേണ്ടി മാത്രമുള്ള നിമിഷങ്ങൾ, അതായിരിക്കാം കൂടുതൽ സന്തോഷം നൽകുന്നത്. ക്വാളിറ്റി ടൈം എന്നുള്ളത് എപ്പോഴും ശക്തമായ ലവ് ലാംഗ്വേജ് ആണ്. തൻ്റെ പാർട്ട്ണറെ ചില കാര്യത്തിലെങ്കിലും സഹായിക്കുക, പരസ്പരം സഹായിക്കുക എന്നുള്ളത് എപ്പോഴും വാക്കുകളേക്കാൾ വളരെ ശക്തമാണ്. ആക്ട്സ് ഓഫ് സർവീസ് എന്ന ലവ് ലാംഗ്വേജ് ബന്ധത്തെ കൂടുതൽ ഊഷ്മളമാക്കും. നമുക്കറിയാം, സമ്മാനങ്ങൾ പലപ്പോഴും ബന്ധത്തെ കൂടുതൽ ശക്തമാക്കുന്നതാണ്. നമ്മളൊരു വ്യക്തിയെ ഓർക്കുന്നു, അവരെ പരിഗണിക്കുന്നു എന്നതാണ് സമ്മാനം എന്ന് പറയുന്നത്. റിസീവിംഗ് ഗിഫ്റ്റ്സ് എന്ന ലവ് ലാംഗ്വേജ് ബന്ധത്തെ കൂടുതൽ ശക്തമാക്കാം. ചിലർക്കെങ്കിലും സ്നേഹത്തിൻ്റെ ഭാഷ ഒരു ചെറു സ്പർശമാണ്, ഫിസിക്കൽ ടച്ച്. കൂടെ ഇരിക്കുന്നത് മാത്രമല്ല, കൈ പിടിക്കുമ്പോഴാണ് ചിലർക്കെങ്കിലും സ്നേഹം പൂർണ്ണമായി അനുഭവിക്കാൻ പറ്റുന്നത്. ഓർക്കുക, രണ്ടുപേർ ഒരേ സ്നേഹഭാഷയിൽ സംസാരിക്കുമ്പോഴാണ് ബന്ധം കൂടുതൽ ശക്തമാവുന്നത്. അതിനാൽ സ്നേഹത്തിൻ്റെ ഭാഷ പരസ്പരം മനസ്സിലാക്കി ബന്ധം കൂടുതൽ ദൃഢമാക്കാം.